ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം. ഹീറോയിൻ്റെ നിങ്ങൾ പോലീസ് ട്രെയിനിങ് പഠിച്ച നല്ലോണമായിരുന്നു. അങ്ങനെ പോലീസ് പറഞ്ഞു, ഇല്ല സർ, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എൻ്റെ ലൈഫ് സ്റ്റോറി ഉണ്ടാവണം. അതില്ല സോറി സർ, നിങ്ങൾക്ക് ഹെൽപ്പ് മാത്രമേ ചെയ്യാൻ പറ്റും, അങ്ങനെ സീക്രട്ടായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ മാ എന്ന് പറഞ്ഞു പോലീസ് ഹീറോയിൻ ഫോണിൽ എന്ന് പറഞ്ഞു സംസാരിക്കുന്നു. ഹീറോയിനെ ആർക്കും അറിയില്ല, സീക്രട്ടാണ്. അതൊരു പോലീസിന് അടുപ്പുണ്ടായിരുന്നു. അതെ, ആ പോലീസ് പറഞ്ഞാൽ ബാക്കി പോലീസിന് ഹീറോയിനെ അറിയില്ല. അതൊരു വലിയ പോലീസാണ്. ആ പോലീസിൻ്റെ അടുത്ത് മാത്രം ഹീറോയിൻ സംസാരിക്കുക ഒരു ബൂത്തിലാണ്. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ വോയിസ് വെച്ച് സംസാരിക്കുക, ഒരു ബൂത്ത് മതി. അത് ആർക്കും കിട്ടില്ല, ഹീറോയിൻ്റെ ഫോണാണ് അത്. നമ്പർ ഒരു ബൂത്ത് മതി ഹീറോയിൻ ചെയ്തായിരുന്നു. അത് ദൂരമാണ്, എപ്പോഴും അതിൽ സംസാരിക്കും, അത് കാണാൻ പറ്റില്ല. ഒരു കാടും നടില്ല, പിന്നെ ഇത് കാടും നടിലാണ് ഹീറോയിൻ സംസാരിക്കുന്നത്. അവിടെ എല്ലാം ഇതുണ്ട്, ആരും ആ കാട്ടിൽ പോലെ ഹീറോയിൻ. അതെ, എന്നിട്ട് അവർ കണ്ടുപിടിക്കാൻ പറ്റില്ല, ക്യാമറ ഒന്നുമില്ല. അങ്ങനെ ഹീറോയിൻ ചിരിച്ചിട്ട് അവിടെ നിന്ന് വന്നു. അതിനായിട്ട് ഹീറോയ്ക്ക് പണം മൊത്തം കിട്ടി. ഹീറോയിൻ ഫ്രണ്ട്സോട് പറയും, മച്ചി നിങ്ങൾ രണ്ടാളും റെഡി ആയിക്കോ, എവിടെയൊക്കെ ഞാൻ കൊറിയൊക്കെ പോവാം. എന്താണ് ഈ പറയുന്നത്? കൊറിയൊക്കെ എടി, നമുക്ക് എക്സാം ഉണ്ട്, അത് കഴിഞ്ഞ ശേഷം പോവാം. ശരി, ഓക്കെ. ഇല്ല, അച്ഛനും അമ്മ ബാക്കി വെക്കണം, എന്നെ കല്യാണം കഴിച്ച് കൊടുത്തു. അങ്ങനെ പറഞ്ഞു ഹീറോയിൻ. എല്ലാ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞു. ശരി, ഇപ്പം നമുക്ക് ലീവ് കിട്ടി, നമുക്ക് കൊറിയൊക്കെ പോവാം. അങ്ങനെ ഹീറോയിൻ കൊറിയൊക്കെ വന്നു. അവിടെ എല്ലാം പാട്ട് ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഹീറോയിൻ ഇങ്ങനെ കൊറിയയിലെ കുറച്ച് ഗേൾസ് എല്ലാം കൊറിയയിൽ കുറച്ച് ഡാൻസ് എല്ലാം കളിക്കുമായിരുന്നു. ഗേൾസ് എല്ലാം എൻജോയ് ചെയ്തത്. ഹീറോയിൻ കണ്ടകാതെ റൂം ബുക്ക് ചെയ്തിരുന്ന റെസ്റ്റ് എടുത്തു. നൈറ്റായപ്പോൾ ഇങ്ങനെ അവിടെ റെസ്റ്റ് കറങ്ങി പിന്നെ ഇറങ്ങിയായിരുന്നു. രാവിലെ പിന്നെ ഇന്ന് നൈറ്റ് പോകണം എന്ന് പറഞ്ഞ് നൈറ്റ് തന്നെ റെഡിയായി ഹീറോയിൻ ടീച്ചേഴ്സ് മെമ്പറിൽ പോയി. അങ്ങനെ എല്ലാവരും വേറെ തങ്ങിച്ചു. ഫസ്റ്റ് ഹാറം വന്നു, ജിന്നു വന്നു, ഹാറം വന്നു. പിന്നെ ഒരു കഴിഞ്ഞ ശേഷം ഷുഗ വന്നു. ഷുഗറിൻ്റെ എൻട്രി. ഹീറോയിൻ ഫ്ലാറ്റായി. അയ്യോ യുങ്കിനെ അങ്ങനെ വെച്ച് ഉണ്ടാക്കലാക്കി. ബാക്കി മുൻസല വരാൻ തുടങ്ങി. ഹീറോയിൻ യുങ്കിന് വെച്ച് കണ്ണെടുക്കാതെ നോക്കായിരുന്നു. ഷുഗ എന്ന് പറഞ്ഞു. വെച്ച് കണ്ണെടുക്കാതെ നോക്കായിരുന്നു. ഷുഗ ഡാൻസ് കളിച്ച് നല്ല എൻജോയ് ചെയ്തായിരുന്നു. ഷുഗനെ ഹീറോയിൻ വെച്ച് കണ്ണെടുക്കാതെ ഷുഗനെ എന്ന ഹീറോയിൻ നോക്കുമായിരുന്നു. ഷുഗ എൻജോയ് ചെയ്ത് പാട്ടെല്ലാം പാടി ഡാൻസ് കളിക്കുക. ഹീറോയിൻ ഷുഗനെ വെച്ച് കണ്ണെടുക്കാതെ നോക്കുമായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും പാട്ട് ഡാൻസ് കളിച്ചിട്ട് അവിടെ നിന്ന് പോയായിരുന്നു. ഹീറോയിൻ എല്ലാവരും കുറച്ച് ആൾക്ക് ഫോട്ടോഗ്രാഫ് എല്ലാം എടുത്ത് ചെയ്ത് പോയി. പിന്നെ ഫാൻ മീറ്റ് എന്ന് പറഞ്ഞ് അവരെല്ലാം അവിടെ നിന്ന് പോയി. ഹീറോയിൻ വെച്ച് കണ്ണെടുക്കാതെ നോക്കുമായിരുന്നു. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് പോയി. ഫ്രണ്ട്സോട് പറയായിരുന്നു, മച്ചി നമുക്ക് ഇവിടേക്ക് ഇറങ്ങാം. അങ്ങനെയിട്ട് ഹീറോയിൻ ആ പ്ലേസെല്ലാം കറങ്ങിന് ഹീറോയ്ക്ക് ആ പ്ലേസ് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഹീറോയിൻ എൻജോയ്മെൻറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ PTS മെമ്പർ എല്ലാം അവരുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നു. ഷുഗർക്ക് കുറച്ച് കൺഫ്യൂസ് ആയിരുന്നു. ഷുഗറിനെ വിളിച്ചായിരുന്നു ആറം, അങ്ങ് ഒരു ക്ലബ്ബൊക്കെ പോയിട്ട് വരടാന്ന്. എന്താടാ? ആറം പറഞ്ഞു വേടാ. അങ്ങനെയായിട്ട് ആറം പോയി ഷുഗറിനെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഷുഗർ പറഞ്ഞു, ഞാൻ പോയിട്ട് വരടാ. ആറം ശരിയാണ്. ആറം അവിടെ ഇരുന്നായിരുന്നു. അങ്ങനെ രണ്ടുപേര് ഡ്രിങ്ക് ചെയ്തായിരുന്നു. ഹീറോയിൻ അതിനായിട്ട് ഇങ്ങനെ കുടിച്ചത്. അതെ, ഹോട്ടലിലാണ് കുടിച്ചിട്ട് ക്ലബിലാണ് കുടിച്ചു പോയിട്ട് ഇങ്ങനെ ആയതായിരുന്നു. അത് ഷുഗർ പറഞ്ഞു ഇങ്ങനെ ബട്ടൺ ഒത്തിയത്. ഇങ്ങനെ ഷുഗർ പറഞ്ഞു ഒരു ബട്ടൺ ഒത്തിയായിരുന്നു. അതെ, റൂം ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. ഇപ്പം നൈറ്റായിരുന്നു, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഹീറോയുള്ള ഹോട്ടലിൽ തന്നെ ബുക്ക് ചെയ്തു. സോ ഇപ്പോൾ പോകാൻ പറ്റില്ല, അവിടെ ബ്ലോക്ക് ചെയ്തായിരുന്നു. അവിടെ എന്താ പ്രശ്നമുണ്ടോ അവർ പോകുന്ന റൂട്ടിൽ. എന്നിട്ട് ഈ ഹോട്ടൽ ബുക്ക് ചെയ്തു. ഹോട്ടൽ ആറം റൂം ബുക്ക് ചെയ്തു. ഷുഗർ റൂം ബുക്ക് ചെയ്തായിരുന്നു. ഷുഗർ ഹീറോയിൻ്റെ അടുത്താണ് ഉള്ളത്. അങ്ങനെ ഹീറോയിൻ വെളിയിൽ വന്നായിരുന്നു. ഫ്രണ്ട് പറഞ്ഞായിരുന്നു, അയ്യോ ഫ്രണ്ട് വിളിക്കുമായിരുന്നു. ഹീറോയിൻ ഇറങ്ങി വന്നായിരുന്നു. ഷുഗർ ഹീറോയിൻ റൂം തുറന്നപ്പോൾ ഷുഗർ റൂമിൻ്റെ അകത്ത് പോയി. അയ്യോ ഇപ്പം എന്താ ചെയ്യുക? ഹലോ അമ്മ, എന്താ പറ്റി? ഓക്കെയാണ് പ്രിയ. ഓക്കെ അമ്മ, പ്രശ്നമൊന്നുമില്ല അമ്മ, ഞാൻ വരാം അമ്മ. ഓക്കെ അടി, നീ പോയിട്ട് വരണം, മനസ്സിലായോ? കുറച്ച് നാൾ അമ്മ ലീവുള്ളത്, അതുകൊണ്ട് എൻജോയ് ചെയ്യണം, സൂക്ഷിച്ചിരുന്നു. ശരി അമ്മ എന്നെ പ്രിയ സമ്മതിച്ചായിരുന്നു. അങ്ങനെ ഹീറോയിൻ അകത്ത് വന്നു. അതിനായിട്ട് ഹീറോയിൻ കുളിക്കാൻ പോയായിരുന്നു. ഹീറോയിൻ കുളിച്ചിട്ട് എടുത്ത് വന്നായിരുന്നു. റൂമിൽ ലോക്ക് ചെയ്തായിരുന്നു. ഹീറോയിൻ ഷുഗർ കിടന്നായിരുന്നു. ഹീറോയിൻ തൊട്ടായിരുന്നു. ഷുഗർ കണ്ണ് തുറന്ന് ഹീറോയിൻ നോക്കാൻ തുടങ്ങി. ഷുഗർ ഒരുമാതിരിയായിരുന്നു. അയ്യോ ഹേർട്ടായിട്ടുണ്ടല്ലോ എന്ന് ഷുഗർ എണിച്ചായിരുന്നു. ഹീറോയിൻ അവിടെ അതെ ബെഡിനടുത്ത് ഇതുണ്ടായിരുന്നു. ഹീറോയിൻ ബെഡ് നോക്കിയില്ലായിരുന്നു.
അയാളുടെ എക്കിറ്റ് എടുക്കാൻ പോയായിരുന്നു. അതെ, ഹീറോയിൻ്റെ ഫോണായിരുന്നു. ഫോൺ റിങ് ആയിരുന്നു. ബെഡിലിരുന്നു. ഹലോ. ആ അങ്ങനെ ഷുഗർ ഹീറോയിനെ നോക്കി ഫോൺ സംസാരിച്ച് കട്ട് ചെയ്തു. അയ്യോ, ഒരു ഫോണ്. അയ്യോ, ഇതാരാ ഫോൺ വിളിച്ചത്? എന്നൊരു ഫോൺ ഉണ്ടായിരുന്നു ഹീറോയിന്. ഹലോ. ആ ഇല്ലടി. എന്തടി പറഞ്ഞ? സീക്രട്ട് ഫോൺ വിളിച്ചായിരുന്നു. എന്നടി സീക്രട്ട് കോൾ വിളിച്ചത്? ഇല്ലമ്മ, ചെന്ന് ഫോൺ എടുക്കാതെ. ഇല്ലടി, വീട്ടിൽ സംസാരിച്ചതാ എന്ന് ഫോൺ വെച്ച് കട്ട് ചെയ്ത് തിരിഞ്ഞായിരുന്നു. ഷുഗർ ഉണ്ടായിരുന്നു. അയ്യോ, ആരാ നീ? മാസ്കോ ഷുഗർ. ഷുഗറിന് ഷോക്കായിരുന്നു. നിങ്ങളെന്താ ഇവിടെ ചെയ്യാം? എന്താണ് ഇവിടെ ചെയ്യാം? ഏതേലും റൂമാ? അയ്യോ, റൂം ചേഞ്ച് ആയോ? ഇവിടെ നിന്ന് ഷുഗർ അടിക്കുമായിരുന്നു. ഞാൻ നിങ്ങൾ വിളിച്ചാണോ? വേണ്ട, എടുന്ന് പോവാൻ. ഷുഗർ അടുത്ത് പോകാൻ നോക്കിയാണ്. ഷുഗർ നേരുന്നു. ഞാൻ എന്തിനാ പോകുന്നത്? ശരി, ഇവളടുത്ത് വരാം. അങ്ങനെ ഹീറോ പോയോ എന്ന് ഹീറോ തല ശരിയായിരുന്നു. ഷുഗർ മെല്ലെ അടുത്ത് വന്ന് വിളിച്ചു. എന്താ ചെയ്യുന്നു? ഷുഗർ പറയുന്നു. ഷുഗർ പിടിച്ചു ചെയ്യാൻ തുടങ്ങി. ഇവിടെ എന്നെ എന്താ ചെയ്യുന്നത്? നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഷുഗർ എടുത്ത് തള്ളി. അങ്ങനെ രണ്ടുപേർക്ക് എല്ലാം നടന്നു. ഷുഗർ എന്നെ വിട്, എന്താ ചെയ്യുന്നത് പറഞ്ഞ് ഉണ്ടാക്കുമായിരുന്നു. ഷുഗർ പറയായിരുന്നു. ഷുഗർ ഹീറോയിനെ വിടാതെ ഫുള്ളും കിസ് ചെയ്ത് അവർക്ക് രണ്ടാൾക്ക് എല്ലാം നടന്നു. അങ്ങനെ രാവിലെയായി. ഹീറോയ്ക്ക് അറിയാമായിരുന്നു. അയ്യോ, ഞാൻ എത്തുള്ള ഷുഗർ, നീ എന്താ ചെയ്തത് എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് അറിയായിരുന്നു. ഹീറോയ്ക്ക് കുളിച്ച് ഫ്രഷായിട്ട് നടക്കാൻ പറ്റില്ല. ഹീറോയ്ക്ക് കുളിച്ചത് ഷോക്ക് നല്ല ഓർക്കായിരുന്നു. ഹീറോയ് കരയാൻ തുടങ്ങി. ഇവിടെ നിന്ന് ശരിയാവില്ല. അവനെ ഫ്രണ്ടിക്ക് കോൾ ചെയ്ത്. റൂം മച്ചി ഇങ്ങനെ ഇന്ന്. എടി, എന്ത് പറ്റിയടി? ഇല്ല മച്ചി, എനിക്കിവിടെ ഇരിക്കില്ല. ഞാൻ എൻ്റെ റൂമിൽ വരാൻ പോകും. ഡ്രസ്സെല്ലാം അവരുടെ ഹീറോയി ബാഗിൽ വെച്ചായിരുന്നു. അങ്ങനെ ബാഗിലെടുക്കുകയായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് റൂമിലേക്ക് പോയിരുന്നു. ഷുഗർ അണിച്ച് നോക്കുക. ഹീറോയിൻ കാണുന്നില്ല. അയ്യോ, എന്തായിട്ട് നടന്നു? ഷുഗർ ഷുഗർക്ക് എല്ലാം ഓർമ്മ വന്നു. ഷുഗർ പറയാൻ തുടങ്ങി. ആരവൾ? അങ്ങനെ ബെഡ് നോക്കുക. ബ്ലഡ് ഉണ്ട്. അപ്പോൾ ഷുഗർക്ക് മനസ്സിലായി ഇവൾക്ക് ഫസ്റ്റ് ടൈം ഇവളെ കണ്ടുപിടിക്കണം. ഷുഗർക്ക് ഇപ്പോൾ ഫോൺ വന്നു. ഷുഗർ അവിടെ നിന്ന് പോയി.